ഉണ്ടെങ്കിൽ വണ്ടികളെ അടുത്ത് കൂടെ പോകുമ്പോ പാട്. നീലക്കുയിലെ ചൊല്ലു മാരിക്കുയിലെ ചൊല്ലു നീ എന്റെ മാരനെ കണ്ടോ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ പരിപാടി വെച്ചാലേ, രാത്രി 9 മണിയായി. ഞങ്ങൾ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ പെരുന്തമണ്ണക്ക് പോകാൻ നിൽക്കുകയാണ്. ഞാനും ഷേനുണ്ട്. അപ്പോൾ വെറുതെ നെസ്റ്റോ പോകണം, ബിസ്മി പോകണം, ജാംജൂം പോകണം, എല്ലായിടത്തും പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങുക. അതാണ് ഞങ്ങളുടെ പരിപാടി. വീട്ടിലേക്ക് കുറച്ച് പുട്ടുപൊടി വേണം, കാരണം പുട്ടാണ് അവിടെ ഏറ്റവും കൂടുതൽ തിന്നുന്ന ഐറ്റം. അപ്പോൾ ഇന്ന് പുട്ടുപൊടി വാങ്ങണം, പിന്നെ ആൾക്ക് എന്തോ ചോക്ലേറ്റ് വാങ്ങണം, പിന്നെ അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. പിന്നെന്താ വേണ്ടേ? അന്ന് ചോക്ലേറ്റ് വേണ്ട. ചോക്ലേറ്റ് പറഞ്ഞപ്പോൾ അല്ല, ചോക്ലേറ്റ് പറഞ്ഞാലും മഞ്ച്, 5 സ്റ്റാർ അങ്ങനത്തെ ഒരു സാധനങ്ങൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പെരുന്തമണ്ണക്ക് പോകണം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ എന്തൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടാ. ഓക്കെ, എന്നാ പോയോക്കട്ടെ. നെസ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. നെസ്റ്റോയിൽ കുറച്ച് പർച്ചേസ് ഉണ്ട്. വാ പോയേക്കാം. പുതിയൊരു സ്റ്റോർ വന്നിട്ടുണ്ട് ഇവിടെ, സ്റ്റീവിയൻ്റെ. വാ പോയേക്കാം. മധുരം, ഷുഗർ പാടില്ലാത്തവർക്ക് പറ്റിയ ഐറ്റം. പോയോക്കട്ടെ. നമുക്ക് വേണോ? അത് വേണ്ട, നമുക്ക് പിന്നെ നോക്കാം. വാ, വണ്ടി ഉരുട്ടി പോവാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. സേനാജി എന്താ വാങ്ങാൻ പോണ്? ഓക്കെ, നോക്കി നോക്കി എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്ക്. പറ്റണ എടുത്തോ. എന്താ വേണം? എന്താ വാങ്ങണ്ടെന്നോ നോക്കി നോക്ക്. ഫ്രൂട്ട്സിൽ ഏതെങ്കിലും ഐറ്റം ആണെങ്കിൽ വാങ്ങിക്കോ. ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? നട്ട്സിന്റെ സെക്ഷനാണ്. വാ, നട്ട്സിന്റെ സെക്ഷനിൽ പോയേക്കാം. ഇപ്പൊ വില കൂടിയോ? 150 എന്തായിരുന്നില്ലേ? ആ, ഒരു 100 ഗ്രാം എടുത്തോളി. ഇയാൾ വേണ്ട. ആ, അത് 100 ഗ്രാം. എന്താ വേണ്ട? വേണ്ട പറഞ്ഞോ. എന്താ വേണ്ട പറയും? പിസ്തയാണോ? 100 ഗ്രാം. ഈ പിസ്ത ഒരു 100 ഗ്രാം എടുത്തോളി കേട്ടോ. ഞങ്ങൾക്ക് പിസ്ത ഇല്ലായിട്ട് പ്രശ്നം വേണ്ട. എന്താ എന്താണ്ട്? മുന്തിരി എത്ര? 50 ഗ്രാം. ആ, ഉണക്ക മുന്തിരി വാങ്ങിയാലോ? ഇതാണ് ബ്ലാക്ക് റൈസിൻസ് വാങ്ങാം. ബ്ലാക്ക് വേണ്ട. ബ്ലാക്ക് നല്ല, എന്നാലും അതാ നല്ലത്. അതൊരു 50. ആ 2 റൈസിൻസ് എടുത്തോളി. ആ ബ്ലാക്ക് വേണം. ബ്ലാക്ക് നല്ലതാ. എന്താ വയറിളക്കി പോ. ഇത് 50, മറ്റേത് 50. എടാ, ഇവിടെ വേറെ 2 റൈസിൻസ്. ബ്ലാക്ക് റൈസിൻസ് നമ്മള് ഇതാണ് വാങ്ങി. ഈ റൈസിന് വാങ്ങി. പിന്നെ നമുക്ക് വേണ്ട ബ്ലാക്ക് റൈസിൻസ് വേണം. ഓക്കെ, ആ ബ്ലാക്ക് റൈസിൻസ് ഒരു 50 എടുത്തോ. അതാണ് ഇതാണ് നല്ലത്. അഫ്ഗാനി സീഡ്ലെസ് ആണ്. അത് സീഡ്ലെസ്സാ? ഇതാ ടേസ്റ്റ് വൈസ് നോക്കണേ ഏതാ നല്ലേ? സെയിം ആണ്. ഏതാ വേണ്ടേ? സീഡ്ലെസ് എടുത്തോളൂ. ഇത് 200 ഗ്രാമാണ്, അത് 100 ഗ്രാം ആട്ടോ. സീഡ്ലെസ് മതിയോ? ആ, എന്നാ അതെടുത്തോളൂ. 50 ഗ്രാം അല്ലേ? 50 ഗ്രാം. ഒരു സാധനം എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് എവിടെയാണുള്ളത് അവിടെ തന്നെ വരെ എന്ത് ചെയ്തിരിക്കണ്, പ്രൈസ് ടാഗും കാര്യങ്ങളും കൊട്ടിച്ചിരിക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എങ്ങനെ കാണുക? ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് മൾട്ടിഗ്രെയിനും മിക്സും സാൾട്ടും ഒക്കെ ഉണ്ട് എന്നുള്ളത്. അത് എത്ര പെർസെൻറ്റേജ് നമുക്ക് കറക്റ്റ് അറിയണ്ടോ? എന്ത് പരിപാടി അത്? എല്ലാരും ഓരോ ഐഡിയകളെ. ഈ എന്താ എടുക്കണേ പറയേ? ബ്രെഡ് എടുത്താണോ? എന്ത് ബ്രെഡാ നോക്കണേ? ഫ്രൂട്ടാണോ? അന്നേരം കിട്ടിയോ? ഓക്കെ, എന്നാ അടുത്ത സ്ഥലത്ത് പോവാം. ഓക്കെ, ഞാനെന്നെ കാണാനില്ല. ഏത് സെക്ഷനിലാണ് പോയി എന്തൊക്കെ എടുത്തുകൊണ്ട് നോക്കട്ടെ. എന്തെടുത്തേ? ദോശമാവ് കഴിക്കാറോ അല്ലേ? കുറപ്പായിരുന്നു. അതെന്താ വെച്ചാൽ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു രാവിലേക്ക് പറ്റിയ കടി അല്ലേ? ദോശമാവ് എടുത്ത്. ഏതിൻ്റെ അടുത്ത്? ഇളനാടിൻ്റെ. 45. ആ, ഓക്കെ. അപ്പോൾ നമ്മളിവിടുത്തെ ബില്ലടിക്കൽ തുടങ്ങുകയാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം. എവിടെ പ്രൈസ് ഏറ്റവും കുറവ് ആ സാധനങ്ങൾ ഞങ്ങൾ പോയിട്ട് എടുക്കും. അതാണ് ഞങ്ങളുടെ ഐഡിയ. വീഡിയോ എടുക്കുന്നതുകൊണ്ടുള്ള ഓരോ മെച്ചങ്ങളാണത്. ഇവിടെ എന്തൊക്കെ ഐറ്റങ്ങൾ വില കുറവുണ്ട് നോക്കുമ്പോൾ അതെടുക്കും. എന്നിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും അല്ലേ? ക്യാരി ബാഗിന് എക്സ്ട്രാ ചാർജ് ആകുന്നതുകൊണ്ട് ഞങ്ങളെ പാക്കറ്റ് വരും. അതിൽ എല്ലാ സാധനങ്ങളും വാങ്ങും, ഇതായിക്കിടും. അങ്ങനല്ലേ പരിപാടി? എത്ര പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങള് സാധനങ്ങള് ഇല്ല. ഒരു 1000 റുപ്യന്റെ ബാഗ് വാങ്ങിയാലേ പിന്നെ ക്യാരി ബാഗ് നമ്മൾ ജന്മത്തിൽ വാങ്ങണ്ട. പോലെ ഇല്ല, നനയൂല. അത് തൽക്കാലം, അത് കുഴപ്പമില്ല. മേടിച്ചിട്ടോ പോരാ. അപ്പം അടുത്ത സ്വീകരണ സ്ഥലമായിട്ടുള്ള ജാംജൂമുക്ക് പോവാണ്. അവിടുന്ന് ഞങ്ങൾക്ക് പുട്ടുപൊടി കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പിന്നെ പച്ചക്കറി, ഫ്രൂട്ട്സ്, അങ്ങനെ കുറച്ച് അധികം സാധനങ്ങൾ നമ്മൾ വാങ്ങാം. ഓക്കെ, ഒരു വണ്ടി എടുക്കാൻ പോലും. ആ,
അറിയില്ല അറിയില്ല. അല്ല കേട്ടോ, ബുള്ളറ്റാണേ. ഇത് സാധാരണ ഒരു വണ്ടിയല്ലേ, ബുള്ളറ്റ് ആകുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ലോറി തിരിക്കാൻ അറിയണവർക്ക് ഒരു ബുള്ളറ്റ് ഓടിക്കാൻ അറിയുള്ളൂ. അറിയോ? ഓടിക്കൂല. അപ്പൊ ശരി എന്നാ ഞാൻ പോയി പോരെ. ഈ വണ്ടികളെ അടുത്ത് കൂടെ പോകുമ്പോ പാട്. നീലക്കുയിലെ ചൊല്ലു മാരിക്കുയിലെ ചൊല്ലു നീ എന്റെ മാരനെ കണ്ടോ എനിക്ക്. പിന്നെ അപ്പൊ അടുത്ത നമ്മള് ജാംജൂമുക്കാണ്. ഇവിടുന്ന് പുട്ടുപൊടി വാങ്ങണം, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. വാ പോയേക്കാം. പുട്ടുപൊടി മാത്രമേ വാങ്ങാനുള്ളൂ. എന്താ വെച്ചാൽ പുട്ടുപൊടി അരിപ്പൊടി നമ്മൾ വാങ്ങും. അരിപ്പൊടി ഒരു 1 കിലോ തീരുമ്പോ പുട്ടുപൊടി 5 കിലോ തീരും. കാരണം എന്നും പുട്ടാണ്. കാരണം പുട്ടാകുമ്പോ എളുപ്പം ഉണ്ടാക്കാലോ. ഓക്കെ വാങ്ങുന്നു. സാമ്പാറിനത് കോവക്ക, മുരിങ്ങാക്കായ, ഇനി എന്താ കുറച്ച് സാധനം കൂടെ വാങ്ങണ്ടേ? അത്ര വേണ്ടല്ലോ, എന്നാ കുറച്ച് എടുത്തുകൊണ്ട് എളുപ്പം പോരെ. അടുത്ത സാധനം വാങ്ങും. ഭക്ഷണമായിട്ടുള്ള നേന്ത്രപ്പഴമാണ് അടുത്ത്. അത് 1 കിലോ വാങ്ങിയാലും മുതലാവും. തണ്ടില്ലാതെ എങ്ങനെ എടുക്കാന്നുള്ളത് എനിക്ക് നന്നായിട്ട് അതല്ലാതെ തണ്ടില്ലാതെ ഉൾപ്പെടുത്താതെ എടുക്കും. എന്തൊരു സൈഡ് വലിവ് എനിക്ക് ചോക്ലേറ്റിന്റെ നടത്തിയ ഒരു സൈഡ് വലിവ്. അതാ ഇവിടെ എത്തിയാൽ കാണാൻ ആൾക്കൊരു സൈഡ് വലിവ് ഇങ്ങനെ ഉണ്ടാവും. ഈ ചോക്ലേറ്റിന്റെ അവിടെ എത്തിയാ അവിടെ എത്തുമ്പോ ഞാൻ ആദ്യം തന്നിരുന്നു, പക്ഷെ ഇപ്പൊ കഴിക്കൂല. ഇപ്പൊ ഞാൻ ഹെൽത്ത് നോക്കണോണ്ട് കഴിക്കൂല. എന്താ പറയാ വേണ്ട, ഇത് ഹെൽത്ത് നല്ലതല്ല. ഹെൽത്ത് നല്ലതിനുള്ള നല്ല ഐറ്റം എന്തെങ്കിലും വാങ്ങാം. വാ പോരാ, കുറച്ച് സ്ഥലത്ത് പോവാ. സാധനങ്ങൾ ഞങ്ങൾ ബില്ല് ചെയ്യാൻ പോണ്. ഇനി എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ ശരാ ഇല്ല? ഇവിടെ നമ്മൾ പച്ചക്കറി, പുട്ടുപൊടി, കുറച്ച് ഐറ്റംസ് വാങ്ങിക്കും. ഇനി ഒന്നും വാങ്ങാനില്ല, ക്ലോസ് ചെയ്യാനായി സമയം. ഇനി എന്തെങ്കിലും വാങ്ങണ്ട ഇല്ല? അങ്ങനെ ലാസ്റ്റ് എല്ലായിടത്തു നിന്നുള്ള പർച്ചേസ് കഴിഞ്ഞിട്ട് നമ്മൾ ഈറ്റോക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഈറ്റോന്ന് ഞാൻ എന്താ കഴിക്കാൻ നോക്കാം. ഓക്കെ, അത് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ പോകും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടി അവസാനിക്കും കേട്ടോ. ഗൈസ്, ഞങ്ങൾ അൽഫാമും റുമാലിയും ഓർഡർ ചെയ്ത് നിൽക്കുകയാണ്. ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഈറ്റോയിലാണ്. കുറച്ചേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഗൈസ് ഞങ്ങൾക്ക് അൽഫാമും റുമാലിയും വന്നിട്ടുണ്ട്. ഇനി കഴിച്ചോ? ഓക്കെ, കഴിച്ചിട്ട് ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ ഈറ്റോന്ന് രാത്രി 11:30 അൽഫാം പിന്നെ റുമാലിയും കഴിച്ച് ഇന്നത്തോടു കൂടി ഞാൻ ഡയറ്റിലേക്ക് പോവാണ്. നാളെ മുതൽ ഫുൾ ഡയറ്റാണ്. പ്രോട്ടീനുള്ള ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ, ഫാറ്റുള്ള ഒന്നും കഴിക്കില്ല. അപ്പോൾ കിഡ്ലിയും മീഡിയമായിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബായ്.